ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മധുരക്കിഴങ്ങ് ചിപ്സാണ് കേട്ടോ. കൊള്ളി ചിപ്സ് അല്ലേ എല്ലാവരും കഴിച്ചിട്ടുള്ളത്. ഇത് മധുരക്കിഴങ്ങ് ചിപ്സ്. മധുരക്കിഴങ്ങ് വെച്ചിട്ടും നമുക്ക് ചിപ്സ് തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് മധുരക്കിഴങ്ങ് എടുത്ത് നന്നായി കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ മുറിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത് വേറെ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്തതാണ്. പക്ഷേ മക്കൾക്കിത് ചിപ്സ് ആക്കിയിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിത് ചിപ്സ് വീഡിയോ കാണിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മധുരക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം നീക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കുക. വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ മധുരക്കിഴങ്ങ് എടുത്തിട്ട് വളരെ കനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് കോരിയിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റാം. ഇങ്ങനെയാണ് കേട്ടോ എല്ലാ ചിപ്സും നമുക്ക് പൊരിച്ചെടുക്കേണ്ടത്. എല്ലാ മധുരക്കിഴങ്ങ് വെച്ചിട്ടും ഇതുപോലെ നമുക്ക് വളരെ കനം കുറച്ച് അരിഞ്ഞിട്ട് നമുക്കിതെടുത്ത് മാറ്റിയിട്ട് വെക്കാം. വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ക്യാമറ ഓണാക്കിയിട്ടില്ല, അതുകൊണ്ട് അത് മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി ഫ്രൈ ചെയ്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു കുറച്ച് ഉപ്പും ഒരു നുള്ളു മുളക് പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചാൽ വലിയവർക്ക് നന്നായി ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. മുളക് പൊടി അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട. വലിയവർക്ക് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ രുചികരമായ ഒരു ചിപ്സാണ്. ഇത് കഴിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണാം.